അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു അത്ഭുതകരമായ ഹദീസിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മം എന്നത് പണം കൊടുത്താൽ മാത്രം നടക്കുന്നതല്ല എന്ന സത്യമാണ്. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: സ്വതക്ക ചെയ്യൽ എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന്. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരാൾക്ക് അതിനുള്ളതൊന്നുമില്ലെങ്കിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, അവൻ ജോലി ചെയ്ത് പണമുണ്ടാക്കട്ടെ, അതിൽ നിന്നും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുകയും ചെയ്യട്ടെ എന്ന്. പക്ഷേ അവർ വീണ്ടും ചോദിച്ചു, അതിനും കഴിവില്ലെങ്കിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കട്ടെ എന്ന്. വീണ്ടും ആ സ്വഹാബി ചോദിച്ചു, അതിനും കഴിയാതെ പോയാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ നന്മ പ്രോത്സാഹിപ്പിക്കട്ടെ, നല്ലത് പറയട്ടെ, പുണ്യത്തിലേക്ക് മറ്റുള്ളവരെ വിളിക്കട്ടെ എന്ന്. സ്വഹാബി വീണ്ടും ചോദിച്ചു, അതിനും കഴിയാതെ പോയാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പറഞ്ഞു, അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കട്ടെ, അതും ഒരു ധർമ്മമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല എന്ന്. പക്ഷേ ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ധർമ്മം എന്നത് പണം കൊടുക്കുന്നതിൽ മാത്രമല്ല, മനസ്സിൽ നിന്നും വരുന്ന നന്മയിലുമാണ് എന്ന്. ഒരു നല്ല വാക്ക്, ഒരു സഹായഹസ്തം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനം, ഇവയും എല്ലാം അല്ലാഹുവിന് പ്രിയമായ സ്വതക്കയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നമുക്കാവുന്ന ധർമ്മം ചെയ്യാം. ഒരു വാക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ ഒരു ചിരിയിലൂടെ പോലും അല്ലാഹു നമ്മെ എല്ലാവരെയും നന്മയിലേക്ക് നയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.